ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ സബ്ജക്റ്റ് കേൾക്കാൻ വന്നിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ ജീവചരിത്രമാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ആ മനോഹരമായ ജീവിതത്തിന്റെ ഏടുകളാണ്, നിമിഷങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസിൽ ഇന്നത്തെ പ്രകാശതീര പരിപാടിയിലൂടെ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലതുപോലെ അത് മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിച്ച് റാഹത്തോടുകൂടി വിട പറയാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേര് ഖദീജ ബിൻത് ഖുവൈലിദ്. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പായുടെ പേര് ഖുവൈലിദ് എന്നാണ്. ഇതൊരു ചരിത്ര പ്രഭാഷണമാണ്. അപ്പൊ എല്ലാവരും ഇന്നത്തെ ദിവസം ഇത് നല്ല ഗൗരവത്തോടു കൂടി തന്നെ എല്ലാവരും എടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ദിവസം നടത്തുന്ന ഈ വിശുദ്ധമായ മജ്ലിസ് അതാരൊക്കെയാണോ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അവരൊക്കെയും അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു ഇരു വീട്ടിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ അല്ലാഹു എല്ലാവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകിയിട്ടുള്ള മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഈമാനുള്ളവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഈമാൻ നഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. ഈമാനില്ലാതെ ജീവിതം തോന്നിയ പോലെ മുന്നോട്ട് പോകുന്ന ഹതഭാഗ്യനിൽ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ തുറന്നു തരണേ അല്ലാഹ്. എല്ലാ സമാധാനവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. കുറച്ച് കാര്യമായിട്ട് കൂടുതൽ പറയാനുണ്ട്. പ്രകാശതീരത്തിലൊക്കെ ഇന്ന് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് അഡ്മിൻ പറഞ്ഞിട്ടുണ്ട്, അഡ്മിന്മാർ. അപ്പം എല്ലാവരും ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേര് നേരത്തെ പറഞ്ഞു, ഖദീജ ബിൻത് ഖുവൈലിദ്. ഖുവൈലിദ് എന്ന് പറയുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ പേരാണ്. ജാഹിലിയ കാലഘട്ടമാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു 15 വയസ്സ് ആയ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ നബി തങ്ങളെക്കാൾ നേരത്തെ ജനിച്ചിട്ടുണ്ടാരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ജനനം ആനക്കലഹ വർഷ ആ സംഭവത്തിന്റെ 15 കൊല്ലങ്ങൾക്ക് മുമ്പ്, എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെയും 15 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചിട്ടുള്ളത്. അപ്പോ ഖദീജ ബീവിയുടെ മാതാപിതാക്കളെ പറ്റി പറയണം. അവരുടെ പിതാവിന്റെ പേര് ഖുവൈലിദ് എന്നാണ്. ഖദീജ ബീവിയുടെ പിതാവിന്റെ പേര് ഖുവൈലിദ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മാതാവിന്റെ പേര് ഫാത്തിമ ബിൻത് സായിദത്ത് ബിനുൽ അസം. ഫാത്തിമ എന്നാണ് ആരുടെ ഉമ്മാന്റെ പേര്? ഖദീജ ബീവിന്റെ ഉമ്മാന്റെ പേര്. എനിക്ക് കോമ്പറ്റീഷനിലും മറ്റൊക്കെ ചോദിക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മാതാവിന്റെ പേര് എന്ത് ചെയ്യണ്ട, തെറ്റിപ്പോകരുത്. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ പേര് ഖുവൈലിദ് എന്നാണ്. അവരുടെ മാതാവിന്റെ പേര് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇതാണ് ഖദീജ ബീവിന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും പേര്. ഇനി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്പെഷ്യൽ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത പേരുണ്ട്. സയ്യിദത്തു നിസാഇ ഖുറൈശ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേരാണ് ത്വാഹിറ. ത്വാഹിറ എന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച പേരാണ് ത്വാഹിറ. ത്വാഹിറ, മുത്തഹറ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിനെ വിളിച്ച പേരിൽപ്പെട്ട ഒരു പേരാണ് ത്വാഹിറ എന്ന് പറയുന്നത്. ത്വാഹിറ നല്ല രസമുള്ള ഒരു പേരാണ്. അതുപോലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച മറ്റൊരു പേരാണ് ഉമ്മുൽ മുഅ്മിനീൻ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറ്റി പറയുന്ന പേരാണ് ഉമ്മുൽ മുഅ്മിനീൻ. ഉമ്മുൽ മുഅ്മിനീൻ എന്നത്, അപ്പൊ ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിയാണ്. ഖദീജ ബീവിന്റെ മറ്റൊരു പേരാണ് ത്വാഹിറ. അതുപോലെ ഖദീജ ബീവിന്റെ മറ്റൊരു പേരാണ് സയ്യിദത്തു നിസാഇ ഖുറൈശ്. സയ്യിദത്തു നിസാഇ ഖുറൈശ്, ഇത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പേരാണ്. ഇനി ഖദീജ റളിയല്ലാഹു തആല അൻഹ നിങ്ങൾക്ക് വേണ്ടി പഠിച്ച് സെറ്റായി പ്രിപ്പയർ ചെയ്ത് വന്നൊരു പ്രഭാഷണമാണ്. അതുകൊണ്ട് ഇത് പഠിക്കണമെന്ന നിയത്തോടെ തന്നെ എല്ലാവരും കേൾക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ കല്യാണം കഴിച്ചു. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഖദീജ ബീവി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോ ആരൊക്കെയാണ് ഖദീജ ബീവിന്റെ ആദ്യത്തെ ഭർത്താക്കന്മാർ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാപ്പയുടെ പേര് പറഞ്ഞു, ഉമ്മാന്റെ പേര് പറഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുൻ ഭർത്താക്കന്മാർ, അതിൽപ്പെട്ട മഹാനാണ് ഒന്ന് അബൂഹാല. ഖദീജ ബീവിന് ആകെ 3 ആളുകളാണ് കല്യാണം കഴിച്ചത്. ആദ്യം 2 പേര് കല്യാണം കഴിച്ചു, പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആ നീണ്ട രസകരമായ ഒരു ചരിത്രമുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഖദീജ ബീവിനെ 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊന്ന് അബൂഹാല എന്നാണ്. ഒന്നാമത്തവരുടെ പേര് അബൂഹാല. അപ്പൊ അബൂഹാല എന്ന് പറഞ്ഞൊരാൾ കല്യാണം കഴിച്ചു. അതിൽ 2 മക്കളുണ്ട്. അപ്പൊ ഖദീജ ബീവിന്റെ ആദ്യത്തെ 2 മക്കളുടെ പേരാണ് ഒന്ന് ഹിന്ദ്, രണ്ടാമത്തത് ഹാല. ഒന്ന് ഹിന്ദാണ് റളിയല്ലാഹു അൻഹാ, രണ്ടാമത്തെ മോളിന്റെ പേര് ഹാല എന്നാണ് റളിയല്ലാഹു അൻഹാ. അപ്പൊ ഹിന്ദ് റളിയല്ലാഹു അൻഹയും ഹാല റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായതല്ല. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 2 പേര് വിവാഹം കഴിച്ചതിൽ ആദ്യ ഭർത്താവാണ്. അപ്പൊ ഖദീജ ബീവിന്റെ ആദ്യ ഭർത്താവിന്റെ പേര് ചോദിച്ചാൽ എന്ത് പറയണം? അബൂഹാല. ഖദീജ ബീവിക്ക് ആദ്യം ജനിച്ച 2 കുട്ടികളുടെ പേര്, ഒന്ന് 2 പെൺകുട്ടികളാണ്. ഒന്ന് ഹിന്ദ് റളിയല്ലാഹു അൻഹ, 2 ഹാല റളിയല്ലാഹു അൻഹ. ഇവ 2 പേരുടെയും ഉപ്പയാണ് അബൂഹാല. അബൂഹാല എന്നവർ വഫാത്തായി. പിന്നീടാണ് രണ്ടാമതൊരാളെ കല്യാണം കഴിച്ചു. രണ്ടാമത്തെ ഭർത്താവിന്റെ പേര് അതീഖ് ഇബ്നു ആബിദുൽ മഖ്സൂമി. അവരെയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത്. അതീഖ് ഇബ്നു ആബിദുൽ മഖ്സൂമി എന്നവർ. ഇതാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ രണ്ടാമത്തെ ഭർത്താവിന്റെ പേര്. അപ്പൊ ഖദീജ ബീവിന്റെ 2 ഭർത്താക്കന്മാരെ പേര് പഠിച്ച. അപ്പൊ 2 ഭർത്താക്കന്മാരെ പേര് എല്ലാവരും പഠിച്ചല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ 2 ഭർത്താക്കന്മാരെ പേരും പഠിച്ചു. അതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പാന്റെ പേര് പഠിച്ചു. അതുപോലെ ഉമ്മായുടെ പേര് പഠിച്ചു. ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോ 2 ഭർത്താക്കന്മാരെ പേരും നമ്മൾ പഠിച്ചു. ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ പേര് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നവരുടെ ജീവിതത്തിലെ മറ്റു ചില മനോഹരമായ സംഭവങ്ങളിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 പേര് കല്യാണം കഴിച്ചു. ആദ്യത്തെ ഭർത്താവിന്റെ പേര് അബൂഹാലയാണ്. അതിൽ 2 കുട്ടികൾ ഉണ്ടായി. രണ്ടാമത്തെ ഭർത്താവിന്റെ പേര് അതീഖ് ഇബ്നു ആബിദുൽ മഖ്സൂമി എന്നാണ്. അതിൽ മഹാദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ, അതിൽ വേറൊരു മകളുണ്ട്. അവരുടെ പേര് ഹിന്ദ് റളിയല്ലാഹു അൻഹ. 2 ഹിന്ദ്, 2 ആൾക്കാരുടെ പേരും ഹിന്ദ് എന്നാണ്. അപ്പൊ അബൂഹാല എന്നവർക്ക് ഒരു കുട്ടി ഉണ്ടായി ഖദീജ ബീവിയിൽ. അതിന്റെ പേര് ഹിന്ദ് എന്നാണ്.
അത് കഴിഞ്ഞ് അതീഖ് ഇബ്നു ആബിദുൽ മഖ്സൂമി എന്നവർ കല്യാണം കഴിച്ചു. അതിൽ ഖദീജ ബീവിക്ക് ഒരു കുഞ്ഞുണ്ടായി, മകളുണ്ടായി. അവരുടെ പേര് ഹിന്ദ് എന്നാണ്. അവർ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഭർത്താവും മരണപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഖദീജ ബീവി രണ്ടുപേര് മരണപ്പെട്ടു. ആദ്യത്തെ ഭർത്താവ് മരിച്ചു, രണ്ടാമത്തെ ഭർത്താവും മരിച്ചു. ഖദീജ ബീവി മക്കയിൽ ഏറ്റവും വലിയ പൈസക്കാരിയാണ്. മക്കയിൽ ഏറ്റവും വലിയ പണക്കാരിയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ ഏറ്റവും വലിയ പൈസക്കാരിയാണ്. അപ്പൊ രണ്ട് പുതിയാപ്പിളാരും മരിച്ചപ്പോ എന്ത് ചെയ്തു? നാട്ടുകാരിൽ പ്രഗത്ഭരായ പലരും ഖദീജ ബീവിനൊന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചുളുവിൽ പൈസക്കാരനാവാലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് വരികയാണ്. ഖദീജ, നിങ്ങളെ കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഖുറൈശികളിലെ പ്രഗത്ഭരായ ആളുകൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. ഖദീജ ബീവിന്റെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടു പോയി, രണ്ടാമത്തെ ഭർത്താവ് മരിച്ചുപോയി. ആ സമയത്താണ് ഖദീജ ഉമ്മാനെ കാണാനും അവരെ കല്യാണം കഴിക്കാനും പ്രപ്പോസ് ചെയ്യാനും മക്കയിലെ പ്രഗത്ഭരായ ഖുറൈശി പ്രമുഖരായ ആളുകൾ ഖദീജ ബീവിന്റെ വീട്ടിലേക്ക് വന്നു. ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞു, വേണ്ട, എനിക്കിനി കല്യാണം വേണ്ട. ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി, രണ്ടാമത്തെ ഭർത്താവ് മരിച്ചുപോയി, ഇനി കല്യാണം എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഞാൻ ഇനി മുതൽ എൻ്റെ ബിസിനസ്സുകളിൽ ശ്രദ്ധിക്കാൻ പോവാണ്. ഇനി കല്യാണവും പരിപാടിയൊന്നും എനിക്ക് വേണ്ട. 3 മക്കളാണുള്ളത്, ഹിന്ദ്, അതുപോലെ ഹാല, അതുപോലെ മൂന്നാമത്തെ മകളുടെ പേരും ഹിന്ദ് എന്നാണ്. റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അവരെല്ലാവരും പൊരുത്തം അല്ലാഹു തരട്ടെ. ഇന്നത്തെ രാവിലെ നമ്മൾ നല്ല നിയ്യത്തോടെ മനസ്സറിഞ്ഞ് ഖദീജ ഉമ്മാനെ പറ്റി പറയാൻ ഇച്ചിരി ലേറ്റ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഖദീജ ബീവിനെ പറ്റി ആയി കേൾക്കുന്നത് ഇതൊരു അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പൊരുത്തമുള്ളത് സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോകത്തെ എല്ലാ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളെ നേതാവ് ഖദീജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട മഹദിയായിരുന്നു. ഇനി ഇങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു, ഇതിന്റെ ചരിത്രം തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ പറയണം. ഇത് അവിടെ ഒരു സംഭവം കേട്ട് ഇവിടെ ഒരു സംഭവം കേട്ട് പോയിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ലേറ്റ് ആയിട്ട് ലൈവിൽ ജോയിൻ ചെയ്തവരൊക്കെ പിന്നീട് പോയിട്ട് എന്ത് ചെയ്താൽ മതി? എന്ന റാഹത്തോടുകൂടി ലൈവ് ഒന്ന് എടുത്ത് ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് വീട്ടിൽ പണി ചെയ്യുമ്പോഴോ അടുക്കളയിലോ എവിടെയാണെങ്കിലും ഖദീജ ബീവിനെ പറ്റി കേൾക്കുന്നത് ഇതിൻ്റെ കൃത്യമായ സോയ്സിലൂടെ ഖദീജ ബീവിൻ്റെ ചരിത്രം എല്ലാം നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അന്ന് തീർന്നിട്ടില്ലെങ്കിൽ പാർട്ട് 2 അടുത്ത ദിവസത്തേക്ക് നമ്മൾ മാറ്റിവെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണം അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഖദീജ റളിയല്ലാഹു അൻഹ 2 ഭർത്താക്കന്മാരും മരിച്ചു. അങ്ങനെ വേറെ ഭർത്താക്കന്മാർ വന്നിട്ട് ഇനി പെണ്ണൊന്നും കെട്ടുന്നില്ല. നമ്മളിങ്ങനെ ഇനി ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കുക. ഈ ചില പെണ്ണുങ്ങളുണ്ടാവും അങ്ങനെ, ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഇനി എനിക്ക് ഭർത്താവും വേണ്ട, കല്യാണം കഴിക്കൂല, ഞാനിനി ഒറ്റക്ക് എന്തെങ്കിലും ജോലി എടുത്തിട്ട് മക്കളെ നോക്കി ജീവിച്ചോളാം. ഇത് പെണ്ണുങ്ങൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു മെന്റാലിറ്റിയാണ്. ഇപ്പൊ 2 ഭർത്താക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക അവസ്ഥയിലായി മാറും സ്ത്രീകളുടെ മനസ്സ്, പുരുഷന്മാരെ പോലെയല്ല. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഇനി ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല, ഇനി ഞാൻ എൻ്റെ ബിസിനസ്സിൽ, കച്ചവടത്തിൽ പരിപാടികളൊക്കെ ശ്രദ്ധിച്ച് പോവാണെന്ന് വിചാരിച്ചിട്ട് ഖദീജ ബീവി എന്ത് ചെയ്തു? ഉള്ള സമയമൊക്കെ പരമാവധി ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. മക്കയിൽ ഏറ്റവും വലിയ കോടീശ്വരിയാണ്, പൈസക്കാരിയാണ്. ധാരാളം ആളുകൾക്ക് എന്ത് ചെയ്യും? പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് ബിസിനസ്സൊക്കെ ചെയ്യിപ്പിക്കും ഖദീജ ബീവി. അപ്പൊ മക്കയിലെ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഖദീജ ബീവിന്റെ അടുത്ത് പോയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും പൈസ. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അൻഹ കൊടുക്കുന്ന സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഷാമിലും ഹബശയിലും മറ്റു ഹിജാസിന്റെ പല ഭാഗത്തും പോയിട്ട് കച്ചവടം ചെയ്തിട്ട് നല്ല പൈസ ഉണ്ടാക്കും. അതിൽ നിന്നൊരു ലാഭം എടുത്തിട്ട് ഖദീജ ബീവി കൊടുക്കും. ഇത് അവിടുത്തെ ഒരു സിസ്റ്റമാണ്. ഇങ്ങനെ ധാരാളം ആളുകളിൽ ഖദീജ ബീവി എന്ത് ചെയ്യും? സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു രീതിയാണ്. ഇങ്ങനെ പോയിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് ഏകദേശം 40 വയസ്സായി. ഏകദേശം 40 വയസ്സായി. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരറിയാം? ഖദീജ ബീവിനെ അറിയാം.
ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബി തങ്ങളുടെ കുടുംബ പരമ്പരയെ പറ്റിയൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നൊരു ചെറുപ്പക്കാരൻ അന്ന് നബി ആയിട്ടില്ലല്ലോ, അവരെ പറ്റിയൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ട് ആർക്ക്, ഇവർക്കൊക്കെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കയിൽ പ്രസിദ്ധനാണ്. അൽ അമീൻ എന്ന് ആളുകൾക്കിടയിലൊക്കെ പ്രഗത്ഭനാണ് ആര്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ അവർക്ക് ഏകദേശം 40 വയസ്സോട് അടുത്ത സമയത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒരു കച്ചവട സംഘത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാമിലേക്ക് പറഞ്ഞയച്ചു. ഇത് നല്ലൊരു രസമുള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉമ്മാനും ഉപ്പാനും നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. 6 വയസ്സുള്ളപ്പോൾ ഉമ്മ പോയതാണ്. നബി ഹബീബിന്റെ മാതാവ് ഹബീബിന് 6 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ പിതാവ് പ്രസവിക്കുന്നതിന് മുമ്പ് വഫാത്തായതല്ലേ. യതീമായിട്ടാണ് യതീമായിട്ടാണ് നബിതങ്ങൾ ജനിക്കുന്നത്. ഉപ്പയും ഉമ്മയില്ലാതെ അനാഥനായി വളർന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ പട്ടിണി ഉണ്ടാകും. അപ്പൊ ഭയങ്കര പട്ടിണിയൊക്കെ ഉള്ള സമയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഉമ്മായും ഉപ്പായും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പട്ടിണി ഉണ്ടാവും. അപ്പൊ അബൂ താലിബ് എന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അന്ന് നബി ആയിട്ടില്ലേ, ചെറിയ കുട്ടിയാണ്, 25 വയസ്സേ ഉള്ളൂ. അവരോട് പറഞ്ഞു, മക്കയിൽ ഖദീജ എന്നു പേരുള്ള വലിയ ഒരു തറവാടി പൈസക്കാരിയുണ്ട്. അപ്പൊ നബി തങ്ങൾക്കറിയാം, അവര് നാട്ടിലെ പ്രഗത്ഭരായ സമ്പന്നരെയും ഇൻഫ്ലുവൻസേഴ്സിനെയും നാട്ടിലെ സെലിബ്രിറ്റികളെയൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാരെ ഖദീജ ബീവിയെ പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പ പിതാവിന്റെ സഹോദരനാണ് അബൂ താലിബ് എന്നവർ. അബൂ താലിബ് എന്നവര് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അതെ, മക്കത്ത് ഖദീജ ബീവി ചെറുപ്പക്കാർക്കൊക്കെ നല്ല സംഖ്യ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെറുപ്പക്കാരൊക്കെ കച്ചവടത്തിന് പറഞ്ഞേക്കും പൈസ കൊടുത്തിട്ട്. അപ്പൊ അവര് പോയിട്ട് കച്ചവടം ചെയ്തിട്ട് അതിന്റെ ലാഭവിഹിതം ഖദീജ ബീവിക്ക് കൊടുക്കണം. ഇവരുടെ കൂലി, ഇവർക്ക് അതിന്റെ ഒരു പെർസെന്റേജ് ഇവർക്കും ലാഭം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ താലിബ് എന്നവർ പറഞ്ഞു, മോനെ, നിങ്ങൾ ഖദീജ ബീവിന്റെ കച്ചവട സംഘത്തിന്റെ കൂടെ പോയിക്കോ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തോടൊപ്പം നിങ്ങൾക്ക് പോകാം. അത് നല്ലൊരു പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ധാരാളം പൈസ ഉണ്ടാക്കാൻ പറ്റും. ഖദീജ റളിയല്ലാഹു തആല അൻഹ ആ കച്ചവടത്തിന്റെ ലാഭവിഹിതം നിങ്ങൾക്ക് തരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അബൂ താലിബ് റളിയല്ലാഹു അൻഹു, അബൂ താലിബ് എന്നവർ മുത്തനബി തങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ വിവരം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു താല്പര്യം വന്നു. എന്ത്, ഇങ്ങനെ ഒരു കച്ചവടം ഖദീജ ബീവിക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ ആകുമ്പോ ലാഭം കിട്ടുമല്ലോ. വീട്ടിലാണെങ്കിൽ ദാരിദ്ര്യമാണ്, പട്ടിണ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തുണ്ട്, താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വല്ലാത്ത താല്പര്യമായി. ഇത് ഖദീജ ബീവിന്റെ കാതിലേക്ക് എത്തണം. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരിയുണ്ട് നഫീസ ബിൻത് മുനിയ റളിയല്ലാഹു അൻഹ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സായി. ഈ മഹദി പറയാണ്, ഖദീജ ബീവിന്റെ കൂട്ടുകാരിയായ നഫീസ ബിൻത് മുനിയ റളിയല്ലാഹു അൻഹ പറയാണ്, പുണ്യ ഹബീബായ തങ്ങൾക്ക് 25 വയസ്സായി. നാട് മുഴുവനും നബി തങ്ങളെ പറ്റി അൽ അമീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അബൂ താലിബ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെയും ഇങ്ങനെ ഉണർത്താൻ തുടങ്ങി. എന്റെ സഹോദര പുത്ര, യബ്ന അഖീ അന റജുലുൻ ലാ മാല ലീ വഖദ് ഇസ്തദ്ദ الزമാനു അലൈനാ. അബൂ താലിബ് എന്നവർ പുണ്യ നബിയോട് പറഞ്ഞു, എന്റെ സഹോദരപുത്ര. അബൂ താലിബ് എന്നവരുടെ സഹോദരനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് പുണ്യ നബി. യബ്ന അഖീ, എന്റെ സഹോദരപുത്ര, അന റജുലുൻ ലാ മാല ലീ, ഞാൻ സമ്പത്തില്ലാത്ത പൈസയില്ലാത്ത ആളാണ്. വളരെ പ്രയാസമുള്ള ദിവസങ്ങളാണ് വരാൻ തുടങ്ങുന്നത്. കാലം വളരെ മോശാവാൻ പോവാണ്. ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളാണ് വരാൻ പോകുന്നത്. നമ്മൾക്ക് വലിയ വിഷമങ്ങളാണ്, പ്രയാസമാണ്, ദാരിദ്ര്യമാണ്. അതുകൊണ്ട് മോനെ, ജീവിത
ജീവിതോപാധിയായി എന്തെങ്കിലും ഒന്ന് ചെയ്യണം മോനെ എന്ന് 25 വയസ്സുള്ള പുണ്യനബിയോട് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളോട് മഹാനായ അബൂ താലിബ് എന്നവർ പറയുകയാണ്, فلو جئتها وعرضت نفسك عليها لأسرعت إليك وفضلتك على غيرك لما മഹാനായ അബൂ താലിബ് എന്നവർ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അതേ മക്കയിലെ പൈസക്കാരിയായ ഖദീജ ബീവി അവര് എന്ത് ചെയ്യുന്നുണ്ട്? ഷാമിലേക്ക് ഒട്ടക കൂട്ടങ്ങളെ പറഞ്ഞേക്കുന്നുണ്ട്. അവരുടെ സംഘത്തോടൊപ്പം മോനെ നിങ്ങൾക്ക് പോകാം. കാരണം വീട്ടിൽ പട്ടിണിയാണ്, പ്രയാസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ നമ്മളെ വീട്ടിൽ പിള്ളേരൊക്കെ ഒന്ന് 18 വയസ്സ് 20 വയസ്സ് സ്കൂൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഷോപ്പിൽ നിൽക്കും, എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കും, ചെറിയൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ പട്ടിണിയായതിന്റെ പേരിൽ അബൂ താലിബ് എന്നവർ പറഞ്ഞു, ഖദീജ ബീവിന്റെ ഒട്ടക സംഘം കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖദീജ ബീവിന്റെ അടുത്ത് പോയിട്ട് ഞാനും വരട്ടെയോ എന്ന് ചോദിക്കണം എന്ന് 25 വയസ്സുകാരനായ പുണ്യനബിയോട് അബൂ താലിബ് എന്നവർ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ഖദീജ ബീവിന്റെ അടുത്തേക്ക് പോയിട്ട് പറയാം, നിങ്ങൾ ഒട്ടക സംഘത്തിൽ കച്ചവടത്തിൽ ഞാനും വരട്ടെയോ. ഖദീജ ബീവിക്ക് 40 വയസ്സുണ്ടേ, 25 വയസ്സാണ് നബി തങ്ങൾക്കുള്ളത്. അപ്പൊ അതൊന്ന് പോയിട്ട് പറയണം. അപ്പോ അബൂ താലിബ് എന്നവർ പറയാണ്, നിങ്ങളെപ്പറ്റി മക്കത്ത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ, അൽ അമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എല്ലാവരും പറയാറുള്ളത്. അൽ അമീൻ എന്നു സ്വലാത്തോ വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക എന്നുള്ള നാടാതിയില് അൽ ആമീനായ കൺമണി ഖദീജാന്റെ ചാരേ ചെന്നു രക്കണേയ പൊന്മണി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പുണ്യനബിയാ പിറന്നോരേ അൽ ആമീൻ ഖ്യാതി നേടിയേ. മുത്തുനബി തങ്ങളോട് പറയാണ്, മോനെ മഹതിയായ ഖദീജ ബീവിനോടൊന്ന് പറ, ഞാൻ നിങ്ങളുടെ കച്ചവടത്തിൽ കൂടെ വരട്ടെയോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു നാണക്കേട്, ഞാനിപ്പോ അങ്ങോട്ട് പോയി ചോദിക്കുന്നത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അബൂ താലിബ് എന്നവരോട്. എന്താ പറയുന്നത്? ഖദീജ റളിയല്ലാഹു തആല എന്നെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും പറഞ്ഞയച്ച് ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഖദീജ ബീവിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങളെ കൂടെ പോരട്ടെ എന്ന് ഞാൻ ചോദിക്കൂല. നബി തങ്ങൾക്ക് ഭയങ്കര നാണാണ്, ഒരു ലജ്ജ. മറ്റൊരു ലേഡിയാണല്ലോ, അതുകൊണ്ട് അവിടേക്ക് ഞാൻ പോകുന്നില്ല. അവര് ഇങ്ങോട്ടേക്ക് വന്നോട്ടെ, ആരെങ്കിലും പറഞ്ഞയച്ചോട്ടെ എന്ന് ലജ്ജ കൊണ്ട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. ഈ സംഭവം ആരറിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത് ഖദീജ ബീവിന്റെ കൂടെ അവരെ യാത്രാ സംഘത്തിൽ പോകാനുള്ള താല്പര്യം ഖദീജ ബീവിനോട് നേരിട്ട് പോയി പറഞ്ഞില്ല. നബി തങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറയണമെന്നാണ്. നാണക്കേട് ചില ആളുകൾക്ക് ഉണ്ടാവും, അങ്ങനെ ഭയങ്കര അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ലജ്ജയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പെണ്ണുങ്ങളെടുത്ത് പോയി അങ്ങോട്ട് സംസാരിക്കുക, അങ്ങനത്തെ കാര്യത്തിനൊക്കെ നബി തങ്ങൾ ഭയങ്കര സൂക്ഷ്മതയാണ് അന്നൊക്കെ. അപ്പൊ ഖദീജ ബീവിന്റെ അടുത്ത് അങ്ങോട്ടേക്ക് ഞാൻ പോകില്ല, ആരെങ്കിലും ചിലപ്പോൾ അവരിങ്ങോട്ടേക്ക് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. ഈ സംസാരം ഖദീജ ബീവിന്റെ ചെവിയിലെത്തി. ചിലപ്പോൾ അബൂ താലിബ് എന്നവർ ആരോടെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും, എൻ്റെ സഹോദരപുത്രന് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈ സംഘത്തിൽ പോരാൻ താല്പര്യമുണ്ട് എന്നപ്പോൾ പറഞ്ഞു കൊടുത്തായിരിക്കും. എന്തായാലും ഖദീജ റളിയല്ലാഹു തആല അൻഹ ആളെ പറഞ്ഞയച്ചു, ഒരു ദൂതനെ. കാരണം നബി തങ്ങളെല്ലാവർക്കും അറിയാം സത്യസന്ധനാണ്, എല്ലാത്തിനും പറഞ്ഞ എന്താ പറയാ ഓക്കെ ആയ ആളാണ്, എല്ലാവർക്കും അറിയാം സത്യസന്ധനാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു അന്ന് നബി ആയിട്ടില്ല, 25 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ഒരു താല്പര്യം ഉള്ളത് ഖദീജ ബീവി അറിഞ്ഞു. മനോഹരമായ സംഭവമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഖദീജ ബീവിന്റെ ഒട്ടക സംഘത്തിന്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമുള്ളത്. ഒരുപക്ഷെ അവർ എന്നെ ഇങ്ങോട്ടേക്ക് ആളെ പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഖദീജ ബീവി എന്ത് ചെയ്തു? ആളെ പറഞ്ഞയച്ചു. ആ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങള് ഖദീജ ബീവിന്റെ ഒട്ടക സംഘത്തിന്റെ കൂടെ കച്ചവടത്തിന് പോയാൽ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്നതിന് ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് തരാം എന്ന് ഖദീജ ബീവി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ? കാരണം എന്താ? ഖദീജ ബീവിക്ക് അറിയാം നബി തങ്ങളെ വിശ്വസിക്കാൻ പറ്റും, സത്യസന്ധനാണ്. അപ്പൊ എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും പറ്റിക്കൂല എന്നറിയാം. അപ്പോ ഖദീജ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നബി തങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സായുള്ളേ. അപ്പൊ അവര് എന്റെ കച്ചവട സംഘത്തിൽ എന്റെ കൂടെ പോന്നാൽ നിങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലം തരാമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. ഈ വിവരം നേരെ അബൂ താലിബ് എന്നവരോട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൊണ്ടുവന്ന ഉപജീവനമാണ്. അബൂ താലിബ് എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഖദീജ ബീവി ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്, അവരുടെ കച്ചവടത്തിന്റെ കൂടെ പോകാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പോകട്ടെയോ? മഹാനായ അബൂ താലിബ് എന്നവർ പറഞ്ഞു, ആയിക്കോട്ടെ, ഇത് അല്ലാഹു നിങ്ങൾക്ക് കൊണ്ടു തന്നൊരു ഉപജീവന മാർഗമാണ്, ധൈര്യമായിട്ട് ഏറ്റെടുത്തോ എന്ന് ആര് പറഞ്ഞു? മഹാനായ അബൂ താലിബ് റളിയല്ലാഹു അൻഹു. ധൈര്യമായിട്ട് ഏറ്റെടുത്തോ എന്ന് ആര് പറഞ്ഞു? മഹാനായ അബൂ താലിബ് എന്നവർ. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ അത് ഏറ്റെടുത്തോ, അത് ചെയ്തോ എന്ന് ആര് പറഞ്ഞു? അബൂ താലിബ് റളിയല്ലാഹു അൻഹു. അവരുടെ പേരിൽ തർലിയത്ത് ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്, തർലിയത്ത് ചെയ്യാത്തവരുണ്ട്. മഹാനായ ശംസുൽ ഉലമയൊക്കെ ഇവരെ പേരിൽ ഫാത്തിഹയൊക്കെ ഓതാറുണ്ടായിരുന്നു എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. അങ്ങനെ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അത് ഖദീജ ബീവിന്റെ ആഹ്വാനം സ്വീകരിക്കുകയും അങ്ങനെ എന്ത് ചെയ്യാണ്? കച്ചവട ചരക്കുകളുമായിട്ട് മൈസറത്തിന്റെ കൂടെ, മൈസറത്ത് എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിന്റെ ഒരു സർവന്റാണ്, അവരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന നേരത്തെ ഖദീജ ബീവി മൈസറത്തിനോട് പറഞ്ഞു, മൈസറ ലാ തഅസിലഹു അംറാ, നിങ്ങളുടെ കൂടെ ഞാൻ വിടുന്ന ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ എന്തു പറഞ്ഞാലും നിങ്ങൾ കേൾക്കണം, നിങ്ങൾ എതിര് നിൽക്കാൻ പാടുള്ളതല്ല. വലാ തുഖാലിഫ് ലഹു റഅയാ,
അവരുടെ അഭിപ്രായത്തോട് നിങ്ങൾ എതിര് നിൽക്കാൻ പാടില്ല. ഖദീജ ബീവി ആരോട് പറഞ്ഞു? മൈസറയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങളുടെ കൂടെ മക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ അൽ അമീൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവടത്തിന് വിടാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെന്തു പറഞ്ഞാലും നിങ്ങൾ അത് സ്വീകരിക്കണം. അത് തള്ളിക്കളയാൻ പാടുള്ളതല്ല. അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ഏറ്റെടുക്കണം. അതിനെതിരൊന്നും പറയരുത് എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ അവര് ഷാമിലേക്ക് പോവാ. ഇത് ചരിത്രമാണ്. എമോഷണലായ കരയുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചെടുത്തല്ല ഖദീജ ബീവി ഉള്ളത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വമൊക്കെ പറഞ്ഞു തുടങ്ങിയത് തീരൂല. അതിനു മാത്രം ചരിത്രങ്ങൾ പറയാനുണ്ട്. നമ്മളൊന്നും ജീവിതത്തിൽ കേൾക്കാത്ത എത്രയോ ചരിത്രമുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവചരിത്രം എടുത്ത് ഈ പ്രഭാഷണത്തിന് വേണ്ടി പഠിച്ചു നോക്കുമ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതും സഹിച്ചതും ത്യാഗവും അവരുടെ സമർപ്പണമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ് അവരുടെ ആ പരിശുദ്ധമായ ആ ജീവിതത്തിൻ്റെ മനോഹാരിത. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ നമുക്ക് പഠിക്കാൻ. എല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ സ്റ്റാറ്റസ് വെച്ച് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മൈസറത്തിന്റെ കൂടെ കച്ചവടത്തിന് ഷാമിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഷാമിലേക്ക് പോകുമ്പോ ബസറ എന്ന് പറയുന്ന അങ്ങാടിയിലേക്ക് എത്തുകയാണ്. പോകുന്ന പോക്കിൽ ബസറ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ബസറ, ആ ബസറയിലെ അങ്ങാടിയിലെ ഒരു മരത്തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും ഇറങ്ങുകയാണ്. ആ ബസറയുടെ പരിസരത്താണ് നസ്തൂറ എന്ന പേരിലുള്ള ഒരു പുരോഹിതന്റെ ആശ്രമമുള്ളത്. നസ്തൂറ എന്നാണ് ആ പുരോഹിതന്റെ പേര്. അപ്പൊ മക്കത്തുനിന്ന് ഷാമിലേക്ക് പോകുന്ന പോക്കിൽ നസ്തൂറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുരോഹിതനുണ്ട്. ക്രിസ്തീയ പുരോഹിതനാണ്. അവരുടെ ആശ്രമമുണ്ട് അവിടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആര് കണ്ടു? ഈ നസ്തൂറ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് ഈ ക്രിസ്തീയ പാതിരിയായ പുരോഹിതനായ നസ്തൂറ അവര് മൈസറത്തിനോട് ചോദിച്ചു, യാ മൈസറ, മൈസറ, മൻ ഹാദല്ലദീ നസല തഹ്ത ഹാദിഹി ശജറ, ഈ മരത്തിന്റെ തണലിൽ ഉറങ്ങിയത് ആരാന്നറിയുമോ? യാ മൈസറതു, മൈസറ, മൻ ഹാദല്ലദീ നസല തഹ്ത ഹാദിഹി ശജറ, ഈ മരത്തിന്റെ തണലിൽ ഇറങ്ങി ഇവിടെ വിശ്രമിക്കുന്നത് അതാരാന്നറിയുമോ? അവര് മറുപടി പറഞ്ഞു. ആര് പറഞ്ഞു? മൈസറ പറഞ്ഞു, റജുലുൻ മിൻ ഖുറൈശിൻ മിൻ അഹ്ലിൽ ഹറം, അത് ഖുറൈശികളിൽപ്പെട്ട ഒരു ഗോത്രക്കാരനാണ്. ഹറമുകാരിൽപ്പെട്ട ഖുറൈശ് ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാമിലി അബ്ദുൽ മുത്തലിബ് ഇവരൊക്കെയാണ് കഅബാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ ചെയ്തു പോകുന്നത്. അപ്പൊ ഹറമിന്റെ കൈകാര്യ കർത്തൃത്വമൊക്കെ ചെയ്യുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്. ആര്? മൈസറ തിരിച്ചു പറയാണ്. ഈ മരത്തണലിൽ ഉറങ്ങിയത് ആരാന്ന് ഈ ക്രിസ്തീയ പാതിരി ചോദിച്ചപ്പോ മൈസർ എന്ത് പറഞ്ഞു? റജുലുൻ മിൻ ഖുറൈശിൻ മിൻ അഹ്ലിൽ ഹറം, ഹറമുകാരിൽപ്പെട്ട ഒരു ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. അപ്പോ ആര് പറഞ്ഞു? നസ്തൂറ പറഞ്ഞു, മാ നസല തഹ്ത ഹാദിഹി ശജറതി ഇല്ലാ നബിയ്യുൻ, ഈ മരത്തണലിൽ ഇറങ്ങി വിശ്രമിച്ചത് ഒരു നബിയാണ്, നബിയാവാൻ പോകുന്നയാളാണ്. അന്ന് നബിയായിട്ടില്ലല്ലോ. ഈ ക്രിസ്തീയ പാതിരിമാർക്കൊക്കെ അന്നത്തെ അവരുടെ ബൈബിളിൽ എന്തുണ്ട്? കൃത്യമായിട്ട് അന്നത്തെ തൗറാത്ത് എന്ന് പറയും, ഈസാ നബി അലൈഹി സ്വലാമിന് കിട്ടി. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞൊരു അന്ത്യപ്രവാചകനെ പറ്റിയിട്ട് ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പുരോഹിതന്മാർക്കൊക്കെ ഇതിനെപ്പറ്റി ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പോ കിതാബിൽ പറഞ്ഞ ആ പഴയ അവരുടെ ഇഞ്ചീലിൽ പറഞ്ഞ സംഗതികളൊക്കെ, തൗറാത്തല്ല ഇഞ്ചീലിൽ പറഞ്ഞ അവരുടെ എന്താ പറയുക സൂചനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ തന്നെ ഈ ക്രിസ്തീയ പുരോഹിതന് മനസ്സിലായി ഇത് കാര്യപ്പെട്ട ഒരാളാണ്.
അപ്പൊ അവര് പറയാണ് ഈ മരത്തിന്റെ തണലിൽ ഇറങ്ങിയത് അത് അല്ലാഹുവിന്റെ പ്രവാചകരാണ്. തീർന്നില്ല. وهو آخر الأنبياء ويا ليت أني أدركه حين يؤمر بالخروج. മൈസറ, ആ മൈസറത്തിനോട് ഖദീജ ബീവിന്റെ കൂട്ടുകാരിയായ സർവന്റായ മൈസറയോട് ആ ക്രിസ്തീയ പാതിരി പറയാണ്, പുരോഹിതൻ പറഞ്ഞത് വഹുവ ആഖിറുൽ അംബിയാ, അന്ത്യപ്രവാചകരാണ്. വയാലൈത അന്നി അദ്രികുഹു ഹീന യുമറു ബിൽ ഖുറൂജ്. പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്, അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഹബീബായ തങ്ങളിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഈ നസ്തൂറ എന്ന് പറഞ്ഞ പുരോഹിതൻ മൈസറയോട് പറഞ്ഞു, ആ മരത്തണലിൽ ഇരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല, അതൊരു നബിയാണ്. പ്രവാചകത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നസ്തൂറ അവര് ഭയങ്കര പ്രായമുള്ളൊരു പുരോഹിതനാണ്. അവര് പിന്നീട് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ ഇത് ഷാമിലേക്ക് പോകുമ്പോൾ നടന്ന ഒരു സംഭവമാണ്. ഖദീജ ബീവിന്റെ ആ ഒരു എന്താ പറയാ ചരക്കുകളുമായിട്ടാണ് ഷാമിക്ക് പോയത്. അത് ആ സമയത്ത് നടന്നൊരു സംഭവമാണ്. അങ്ങനെ ആ മരത്തണലിൽ നിന്ന് എഴുന്നേറ്റ് അവര് ഷാമിലെത്തിയപ്പോ അവിടെ മനോഹരമായ മറ്റൊരു സംഭവം നടന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലെ കൂടെ മൈസറയുണ്ട്, വലിയ ചരക്ക്, ഒരുപാട് ചരക്കുകളുണ്ട്, ബിസിനസ് സാമഗ്രികളുണ്ട്, വേറെയും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇങ്ങനെ ബസറയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ ഒരാള് വന്ന് പറയുകയാണ്, ലാത്തയെയും ഉസ്സയെയും മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു എന്നൊരാൾ വന്നു പറഞ്ഞു. ബിംബങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞിട്ട് ഒരാൾ കച്ചവടത്തിന് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ലാത്തയെയും ഉസ്സയെയും തൊട്ട് സത്യം ചെയ്യുകയില്ല. ഞാൻ ലാത്തയെയും ഉസ്സയെയും തൊട്ട് ഞാൻ ഒരിക്കലും സത്യം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വന്നയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മൈസറ മൈസറ മൈസറ, ഹാദാ നബിയുൻ വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹു ലഹുവ തജിദുഹു അഹ്ബാറുനാ മൻഊതൻ ഫീ കുതുബിഹിം അഹ്ലിഫ് ബില്ലാത്തി വൽ ഉസ്സ. ഞാൻ ലാത്തയെയും ഉസ്സയെയും തൊട്ട് സത്യം ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഹലഫ്തു ബിഹിമാ ഖത്തു, ലാത്തയുടെ ഉസ്സയുടെ പേരിൽ ഞാൻ സത്യം ചെയ്യുകയില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, അൽ ഖൗലു ഖൗലുക, പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ശരി, നിങ്ങൾ പറഞ്ഞതാണ് ശരി. എന്നിട്ട് ആ വന്നയാൾ ഉറക്കെ പറഞ്ഞു, മൈസറ ഹാദാ നബിയുൻ, ഇത് നബിയാണ് കേട്ടോ. എങ്ങനെ? വല്ലദീ നഫ്സി ബിയദിഹി, അവൻ തന്നെയാണ് സത്യം. ഇന്നഹു ലഹു തജിദുഹു അഹ്ബാറുനാ, ഞങ്ങളുടെ പുരോഹിതന്മാർ കിതാബുകളിൽ നിന്ന് കണ്ടെത്തിയ ലക്ഷണമൊത്ത നബി ഇദ്ദേഹമാണ്. മൻഊതൻ ഫീ കുതുബിഹിം, ഞങ്ങളെ എന്താ പാതിരിമാരും റുഹ്ബാൻ, ഞങ്ങളുടെ എന്താ പറയാ പാതിരിമാരും അച്ഛന്മാരും ഒക്കെ പറയല്ലോ, അവരുടെ അപ്പോസ്തലന്മാർ പുരോഹിതന്മാരൊക്കെ കിതാബിൽ നിന്ന് കണ്ടെത്തിയ അന്ത്യപ്രവാചകനാണിവർ എന്നാര് പറഞ്ഞു? മൈസറയോട് ആ വന്നയാള് പറഞ്ഞു. ഇങ്ങനെ രണ്ട് സംഭവം മൈസറയുടെ അനുഭവത്തിൽ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയാണ് യാത്ര. ഇതൊന്നും ആരും അറിയുന്നില്ല. ഖദീജ ബീവി മക്കത്തുള്ളത്, അവര് ബിസിനസ്സിന് ആളെ പറഞ്ഞേക്കുന്നു മൈസറന്റെ കൂടെ. ഇങ്ങനത്തെ രണ്ട് സംഭവം നടന്ന ആ യാത്രയിൽ. അങ്ങനെ ആ യാത്ര കഴിഞ്ഞിട്ട് വലിയ ലാഭമുണ്ടായി തിരിച്ചു വരികയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ കച്ചവടം ചെയ്താൽ ഖദീജ ബീവിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭമാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടത്തിന് പോയപ്പോൾ കിട്ടിയത്. പെരും ലാഭമായിട്ടാണ് വരുന്നത്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ഭയങ്കരമായ ലാഭമൊക്കെ ആയിട്ട് ഷാമെന്ന നബി തങ്ങളും സംഘവും മക്കയിൽ തിരിച്ചെത്തി. ഖദീജ റളിയല്ലാഹു തആല പോയിട്ടുള്ള യാത്രയുടെ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുകയാണ്. മൈസറ എന്നവൾ ഖദീജ ബീവിന്റെ പ്രിയപ്പെട്ട വേലക്കാരി സർവന്റ് ഖദീജ ബീവിനോടുണ്ടായ സംഭവങ്ങളെല്ലാം അവിടെന്ന് പറയുകയാണ്. ഖദീജ, നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞേച്ചതൊരു സാധാരണ മനുഷ്യനല്ല. ഒരുപാട് മഹാത്ഭുതങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് പോകുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു തണലത്തിങ്ങനെ കിടന്നുറങ്ങുമ്പോ ഒരു പുരോഹിതൻ വന്ന് പറഞ്ഞത് ഇത് നബിയാകാൻ പോകുന്നയാളാണ്. കച്ചവടം ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഹുവല്ലദീ നബിയുൻ, ഇത് നബിയാണ് കേട്ടോ. ഈ സംഭവങ്ങളെല്ലാം തിരിച്ചു വരുന്നവരിൽ പെരും ചൂടുള്ള സമയത്തോ അല്ലാഹുവിന്റെ ഹബീബിന് മേഘങ്ങൾ വന്ന് തണലിട്ട് കൊടുക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം മഹദിയായ ഖദീജ ബീവിനോട് മൈസറ ചെന്ന് പറയുകയാണ്. ഖദീജ റളിയല്ലാഹു തആല നേരെ അവരുടെ കുടുംബക്കാരനായ വറഖത്ത് ഇബ്നു നൗഫൽ എന്നവരോട് പറയുകയാണ്. ആ സംഗതികളെല്ലാം വറഖത്ത് ഇബ്നു നൗഫൽ എന്നവരോട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, ലഇൻ കാന ഹഖ്ഖൻ യാ ഖദീജ, ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിലോ, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിലോ, ഇന്ന മുഹമ്മദൻ ലനബിയുൻ ഹാദിഹിൽ ഉമ്മ, ആ 25 വയസ്സുകാരനുണ്ടല്ലോ ഈ സമുദായത്തിന് വരാൻ പോകുന്ന നബിയാണ്. ഇന്ന മുഹമ്മദൻ ലനബിയുൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന് വരാൻ പോകുന്ന നബിയാണ്. വഅറഫ്തു അന്നഹു കാഇനു ലിഹാദിഹിൽ ഉമ്മ, ലിഹാദിഹിൽ ഉമ്മത്തി നബിയുൻ യുൻതളറു ഹാദാ സമാനുഹു. ഖദീജ, ഈ സമുദായത്തിൽ പ്രതീക്ഷപ്പെടുന്ന ഒരു നബി വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മോളെ. ആ കാലഘട്ടം എന്നത് ഈ കാലമാണ് മോളെ. ഈ ആ റസൂലുള്ളാഹിയുടെ കാലമാണിത്. ഇന്ന മുഹമ്മദൻ ലനബിയുൻ ഹാദിഹിൽ ഉമ്മ. മോളെ ഖദീജ, 25കാരൻ ഒരു സാധാരണക്കാരനല്ല. ഈ സമുദായത്തിന് വരാൻ പോകുന്ന നബിയാണ് എന്ന് ആര് പറഞ്ഞു? വറഖത്ത് ഇബ്നു നൗഫൽ എന്നവർ പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വമായി വരുന്ന സമയമുണ്ട്, നുബുവത്തിന്റെ സമയം, 40ാമത്തെ വയസ്സ്. അന്ന് ഞാനുണ്ടെങ്കിൽ ഹബീബിന് ഞാൻ വിശ്വസിക്കുമെന്ന് ആര് പറഞ്ഞു? വറഖത്ത് ഇബ്നു നൗഫൽ പറയാൻ. ഖദീജ ബീവിന്റെ റസൂലുള്ളാഹിനെ കല്യാണം നടന്നിട്ടില്ല കേട്ടോ. കല്യാണത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. കല്യാണത്തിലേക്ക് എത്താൻ സാഹചര്യം ഇങ്ങനെ ഒരുങ്ങാൻ. അപ്പൊ ഖദീജ ബീവിക്ക് 40 വയസ്സുണ്ട്, നബി തങ്ങൾക്ക് 25 വയസ്സുണ്ട്. കച്ചവടത്തിന് പോയി ഇങ്ങനെ കുറെ മഹാത്ഭുതങ്ങളൊക്കെ ഉണ്ടായി. അതിലിങ്ങനെ ഷോക്കായിട്ട് നിൽക്കാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൈസറ ഖദീജ ബീവിനോട് ചോദിച്ചു, അതെ നിങ്ങളിപ്പോ പുതിയാപ്പിളൊന്നും ഇല്ലാണ്ട് നിൽക്കല്ലേ? ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഭർത്താവൊന്നുമില്ലല്ലോ. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒറ്റക്കാണ്. അപ്പൊ നിങ്ങൾ പുതിയാപ്പിളൊന്നും ഇല്ലാതെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ സിംഗിളായിട്ട് നിൽക്കല്ലേ? അപ്പൊ നമുക്ക് ആ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കല്യാണം ആലോചിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് മൈസറ പറഞ്ഞു. അപ്പൊ ഖദീജ ബീവി തിരിച്ചു പറഞ്ഞു, മൈസറ, എനിക്ക് 40 വയസ്സായി, 2 ഭർത്താക്കന്മാര് മരിച്ചു പോയിട്ടുണ്ട്, വിധവയാണ്. അപ്പൊ 25കാരനായ അവര് എന്നെ ഇഷ്ടപ്പെടുമോ മൈസറ?
ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് നബി തങ്ങളെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം വരുന്നു. പക്ഷേ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെടണല്ലോ. ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്റെ കൂട്ടുകാരിയായ നഫീസ ബിൻത് മുനിയ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഖദീജ ബീവി എന്ത് ചെയ്തു? നേരെ ഖദീജ ബീവിന്റെ ഫ്രണ്ടിനെ കൂട്ടുകാരിയായ നഫീസ ബിൻത് മുനിയ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറയാണ്, വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് വല്ല താല്പര്യമുണ്ടോ, തടസ്സമുണ്ടോ? ഡയറക്റ്റ് അങ്ങോട്ട് ചോദിച്ചു കളഞ്ഞു. മാ യംനഉക തസവ്വജാ, നബിയേ നബിയേ. അന്ന് നബി ആയിട്ടില്ല, പക്ഷെ നമ്മൾ ചരിത്രം നുബുവത്തിന് മുമ്പുള്ള പറയുമ്പോൾ നബി തങ്ങളെ പറ്റി നബി തങ്ങൾ തന്നെ പറയാൻ പറ്റും. 40-ാമത്തെ വയസ്സിലാണല്ലോ നബിയായത്. അതുകൊണ്ട് 25-ാമത്തെ വയസ്സിലെ കഥ പറയുമ്പോൾ മുഹമ്മദ് മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നബി തങ്ങളെ പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പറയണം. ഓക്കെ, അതങ്ങനെയാണ്. അപ്പോ ഖദീജ ബീവിന്റെ പ്രപ്പോസലുമായിട്ട് പോയത് ആരാണ്? ക്വിസ് കോമ്പറ്റീഷനിൽ ചോദ്യം ഉണ്ടാവും. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തും പ്രകാശ തീരത്തിലെ ആളുകൾക്ക് വേണ്ടി. അന്ന് സിലബസ് ആയിട്ട് ഈ പ്രഭാഷണം, അങ്ങനെ 3-4 പ്രഭാഷണമാണ് സിലബസ് ആയിട്ട് വെക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രപ്പോസലായിട്ട് പോയത് ഖദീജ ബീവി നേരിട്ട് പോയി ചോദിച്ചിട്ടില്ല. ഇന്ന് നേരെ അങ്ങോട്ട് പോയി ചോദിക്കുകയാണല്ലോ, ഒരാൾ ഇഷ്ടപ്പെട്ട നേരിട്ട് അങ്ങോട്ട്. അതല്ല വേണ്ടത്. ഈ വിഷയത്തിലൊക്കെ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് മുട്ടുന്നതിന് പകരം ഒന്നെങ്കിൽ പാരന്റ്സ്, ഏറ്റവും പ്രധാനം പാരന്റ്സിനെ കൊണ്ട് അത് യോജിപ്പിക്കുക എന്നതാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്തു? നഫീസ ബിൻത് മുനിയ റളിയല്ലാഹു അൻഹ, അവരൊക്കെ പിന്നീട് മുസ്ലിമത്തായിട്ടുണ്ട്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവര് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. അവിടെ നിന്ന് പറഞ്ഞു, മാ യംനഉക അൻ തസവ്വജാ, ഖദീജ ബീവിനെ പെണ്ണ് കെട്ടാൻ നിങ്ങൾക്ക് വല്ല തടസ്സവുമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തടസ്സം? നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഫീ യദീ ശൈഉൻ, എൻ്റെ കയ്യിൽ 5 പൈസയില്ല. ഖദീജ ബീവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പ്രപ്പോസലുമായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ആളെ പറഞ്ഞയച്ചു. നബി തങ്ങളോട് ചോദിച്ചു, എന്നെ പെണ്ണ് കെട്ടാൻ താല്പര്യമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, മാ ഫീ യദീ ശൈഉൻ. നമ്മൾ പറയും മാഫി ഫുലൂസ് അല്ലേ, 5 പൈസ കയ്യിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മാ ഫീ യദീ ശൈഉൻ, എൻ്റെ കയ്യിൽ 5 പൈസ അല്ല. ഖദീജ ബീവിയാണ് അത്രയും പ്രസിദ്ധയായ പിടുത്തം കിട്ട പൈസക്കാരി അല്ലേ, വേറെ ലെവൽ പൈസക്കാരിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്. അപ്പൊ ഇത്രയും വലിയ ഒരാളെ നമുക്ക് ഒതുങ്ങൂല, താങ്ങൂല. കാരണം എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ യംനഉക അൻ തസവ്വജാ, കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് വല്ല തടസ്സമുണ്ടോ? മാ ഫീ യദീ ശൈഉൻ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. 25 വയസ്സായിട്ടുണ്ട്, ആയിട്ടേ ഉള്ളൂ. പക്ഷേ പെണ്ണ് കെട്ടാൻ മഹർ കൊടുക്കണം, പല പരിപാടിയുണ്ട്, കൈ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ നഫീസ ബിൻത് മുനിയനെ ഈ പരിപാടിയായിട്ട് പറഞ്ഞയച്ചത് ആരാ? ഖദീജ ബീവിയാണ്. ഒന്ന് പോയി നോക്ക്, മുട്ടി നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് ഒന്ന് മുട്ടി നോക്ക് അല്ലേ. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് പറഞ്ഞയച്ചത്. ഇങ്ങനെ ഖദീജ ബീവിക്ക് നബി തങ്ങളെ കല്യാണം കഴിക്കണം താല്പര്യമുണ്ട്, അവർക്ക് ഇങ്ങോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഫിനിഷ്, ഇനി ഒന്നും നോക്കാനില്ല. ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ മക്കത്തെ ഏറ്റവും വലിയ പൈസക്കാരി അല്ലേ. അവരൊന്ന് സമ്മതം മൂളി ആരും വന്ന് അവരെ പുതിയാപ്പിളാൻ റെഡിയാണ്. ഇഷ്ടംപോലെ പുതിയാപ്പിളാര്, ഭർത്താക്കന്മാര് എന്നെ കല്യാണം കഴിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവിന്റെ വീട്ടിന്റെ മുറ്റത്ത് പോയി നിന്നിട്ടുണ്ട്. ഖദീജ ബീവി എല്ലാവരും ഓടിച്ചതാണ്. 2 ഭർത്താക്കന്മാര് നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആരും വേണ്ട, ഞാൻ കച്ചവടത്തിൽ ശ്രദ്ധിച്ച് പോയിക്കോളാന്ന് പറഞ്ഞ എല്ലാ വ്യാപാരം ഓടിച്ചതാണ്. പിന്നീടാണ് മുത്തുനബിയുടെ ഈ പ്രത്യേകതകളും മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോ നഫീസ ബിൻത് മുനിയ, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ നഫീസ ബിൻത് മുനിയ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് പറഞ്ഞു, നല്ല സമ്പന്നയായ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. നല്ല പൈസക്കാരിയായ ഒരു പെണ്ണിനെ, നല്ല സൗന്ദര്യമുള്ള, നല്ല കുലീനതയുള്ള, നല്ല തറവാടിത്തമുള്ള, നിങ്ങൾക്ക് ചേർച്ചയുള്ള ഒരാളെ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ അവരെ കല്യാണം കഴിക്കുമോ മുഹമ്മദേ?
സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഭംഗിയുള്ള, നല്ല പൈസയുള്ള, നല്ല തറവാടിത്തുള്ള എല്ലാം ഒത്തൊരാളെ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു തരാം. നിങ്ങൾ അവരെ വിവാഹം കഴിക്കാൻ തയ്യാറാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണത്? നിങ്ങൾ ആരെ പറ്റിയാണത് പറഞ്ഞത്? നഫീസ ബിൻത് മുനി എന്നവർ പറഞ്ഞു, ഖദീജ ബിൻത് ഖുവൈലിദ്. ഖുവൈലിദിന്റെ മകൾ ഖദീജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. ഓക്കെ, ഖദീജ ബീവി ആണെങ്കിൽ കുഴപ്പമില്ല, ഖലാസ്. നബി തങ്ങൾ എന്ത് ചെയ്തു? സമ്മതം മൂളി. അബൂ താലിബ് എന്നവരുണ്ട്, അബ്ബാസ് എന്നവരുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ഹബീബായ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബീബിന്റെ പിതാവിന്റെ സഹോദരങ്ങളാണ്. നമ്മുടെ ഭാഷയിൽ ഇച്ചാപ്പ, കൊച്ചാപ്പ, എളാപ്പ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പമാരാണ് ഇവരൊക്കെ. പിതൃവ്യൻ എന്ന് പറയും, പിതാവിന്റെ സഹോദരൻ. ആര്? ഒന്ന് അബൂ താലിബ് എന്നവര്, പിന്നീട് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹു. ഇവര് മൂന്ന് പേരും ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരങ്ങളാണ്, എളാപ്പമാരാണ്. എളാപ്പ മൂത്താപ്പമാരെന്ന് പറയല്ലോ, പാപ്പാന്റെ സഹോദരങ്ങൾ. അപ്പൊ ഇവര് മൂന്ന് പേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ തലമുറയ്ക്ക് അത് പഠിക്കണം. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് തീരുമാനിച്ച് വാപ്പാന്റെയും ഉമ്മാന്റെയും ഇഷ്ടവും പൊരുത്തവും നോക്കാണ്ട് നമുക്ക് തോന്നിയ പോലെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ യാതൊരു ബർക്കത്തും ഉണ്ടാവില്ല. ഒരു പ്രപ്പോസൽ ഒരാൾക്കൊരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പാരൻസിനോട് പറയണം എന്നതാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ പ്രണയമായിട്ട് നടക്കുക ഒരു കാര്യം ഉണ്ടാവില്ല, അതിൽ ബർക്കത്തില്ല. ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ആണിന്റെ ഭാഗത്തേക്ക് പ്രപ്പോസൽ പോകുന്നത് കൊണ്ട് തെറ്റില്ല, അതാണ് അതിൻ്റെ ഒരു രീതി എന്നാണ്. നിങ്ങളുടെ മകൾക്ക് കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ നല്ല ദീനുള്ള ഒരാളെ കണ്ടെത്തി എന്ത് ചെയ്യാം, പ്രപ്പോസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇത് ക്യാമ്പസിനകത്തുനിന്ന് ആണും പെണ്ണും ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് പ്രണയിച്ച് നടന്ന് കല്യാണത്തിന് ശേഷം നടക്കേണ്ട സംഗതികളും റൊമാൻറ്റിക്കും സംഗതികളെല്ലാം കല്യാണത്തിന് മുമ്പ് തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതിലൊരു ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത്. ഇത് വലിയ അബദ്ധമാണ്. അള്ളാഹു നമ്മുടെ ഈ സമൂഹത്തെയൊക്കെ സംരക്ഷിക്കട്ടെ. ഇന്ന് ന്യൂസിൽ നമ്മുടെ വാട്സാപ്പിലൊക്കെ കണ്ടു, എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു പെൺകുട്ടി 2 ദിവസം കഴിഞ്ഞിട്ട് ഒളിച്ചോടിയെന്ന്. അപ്പോൾ ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അള്ളാഹു നമ്മുടെ ഈ സമൂഹത്തെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇതിനെപ്പറ്റിയൊക്കെ മറ്റൊരു സമയത്ത് നമുക്ക് വിശദമായിട്ട് മറ്റൊരു സംസാരത്തിൽ ഉൾപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ താലിബ്, ഇതൊക്കെ നബി തങ്ങളുടെ വാപ്പാന്റെ സഹോദരങ്ങളാണ്, ഉപ്പായുടെ സഹോദരൻ. ഇവരെല്ലാവരെയും എന്താ പറയാ സാന്നിധ്യത്തിൽ വറഖത്ത് ഇബ്നു നൗഫൽ ഉണ്ട്, അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. അവരെന്ത് ചെയ്തു? നിക്കാഹ് നടത്തി. അബൂ താലിബ് എന്നവരുണ്ട്, അബ്ബാസ് എന്നവരുണ്ട് റളിയല്ലാഹു അൻഹു, അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹു. അപ്പൊ നേരത്തെ പറഞ്ഞ ഖുറൈശ് ഒരു പാതിരി ഉണ്ടല്ലോ, ക്രിസ്ത്യൻ പാതിരി, അവരെ പേര് വറഖത്ത് ഇബ്നു നൗഫൽ. ഇവരുണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വിവാഹം നടക്കുന്നത്. വളരെ ലളിതമായ ചടങ്ങ്. കല്യാണ ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവ് നേരത്തെ മരിച്ചുപോയിരുന്നു എന്ന അഭിപ്രായമുണ്ട്. ആ സമയത്ത് അവിടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ഈ വിഷയത്തിൽ 2 അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു മഹദിയായ ഖദീജ ബീവിന്റെ പിതാവിന്റെ സഹോദരൻ അംർ ഇബ്നു അസദ് അവരാണ് കൈ കൊടുത്തത് എന്ന് അഭിപ്രായമുണ്ട്. കൈ കൊടുക്കണമല്ലോ, നിക്കാഹിന്റെ സ്വീകരിച്ചല്ലോ. അന്നത്തെ ഒരു ആചാരപ്രകാരം പിന്നീട് അതിലൊക്കെ പരിഷ്കൃതമായ കൃത്യമായ ഇസ്ലാമിന്റെ റൂള് പിന്നീടാണ് വന്നത്. ഇതൊന്നും ഇസ്ലാമിന്റെ നിയമം ഇറങ്ങുന്നതിന്റെ മുമ്പത്തെ കഥാണ്. നബി തങ്ങൾക്ക് 25 വയസ്സേ ഉള്ളൂ, ഖദീജ ബീവിക്ക് 40 വയസ്സ്. അങ്ങനെ 40-കാരിയായ ഖദീജ ഉമ്മാനെ 25 വയസ്സുള്ള പുണ്യ നബി തങ്ങൾ കല്യാണം കഴിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ്. ഇവിടെ വരെയുള്ള ചരിത്രം ഡീപ്പായിട്ട് പറഞ്ഞു. വൈകിട്ട് ലൈവിൽ ജോയിൻ ചെയ്തവരൊക്കെ പിന്നെ ഒഴിവുള്ളപ്പോൾ അതെടുത്ത് കേൾക്കുക. അതിന്റെ ഡീപ്പായ ഹിസ്റ്ററിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇനി 40 വയസ്സുള്ള ഒരാളെ 25 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിക്കുക, അവരുടെ ജീവിതം എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ആലോചിച്ച് നോക്കി, 40 വയസ്സുകാരിയെ 25 വയസ്സുകാരൻ കല്യാണം കഴിക്കുക. ഇപ്പം നമ്മളൊക്കെ കല്യാണം കഴിച്ചത്, ആണുങ്ങളൊക്കെ ഇവിടെ മജിലിസിരിക്കുന്ന പോലും അല്ലാത്തവരൊക്കെ അല്ലേ, കല്യാണം കഴിച്ചത് നമ്മളെക്കാൾ ഒരുപാട് വയസ്സ് കുറവുള്ള ആളുകളെയാണ്. നിങ്ങൾ അഹമ്മദ്, നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങളും തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? ലൈവിൽ ആരും കേൾക്കണ്ട, മൈക്ക് ഓഫ് ആക്കാം. ഓക്കെ ഓക്കെ. അവരും അവരെ ഭാര്യയും 12 വയസ്സ് വ്യത്യാസം അല്ലേ? ഇനി എല്ലാവരോടും ചോദിക്കുന്നില്ല. സ്വന്തം വയസ്സിനേക്കാൾ ഭാര്യയ്ക്ക് വയസ്സ് കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? എനിക്ക് 50 എൻ്റെ ഭാര്യയ്ക്ക് 55 എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് 26 ഭാര്യയ്ക്ക് 30 ഭാര്യയ്ക്ക് വയസ്സ് കൂടുതൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 15 വയസ്സ് കൈകൊണ്ട് ഇങ്ങനെ 15 വയസ്സ് വ്യത്യാസമുണ്ട് ഭാര്യയായിട്ട്. ഞാൻ ലൈവിന്റെ കമന്റിക്ക് നോക്കുന്നില്ല. 15 വയസ്സ് വ്യത്യാസം. ആർക്ക്? ഭാര്യക്കല്ലേ? ഭർത്താവ് നിങ്ങൾക്കല്ലേ കൂടുതൽ വയസ്സ്? എത്ര? 45. ഓക്കെ. ഭാര്യക്ക് 30, ഭർത്താവിന് 45. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ 6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 6 വയസ്സ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ, നല്ല വയസ്സ് വ്യത്യാസം ഉണ്ടാവും. 6 വയസ്സ്, 5 വയസ്സ്, 4 വയസ്സ്. ഭാര്യയ്ക്ക് വയസ്സ് കുറവും ഭർത്താവിന് വയസ്സ് കൂടുതലുമാണ്. എന്നിട്ട് തന്നെ ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ഭാര്യനെയും കൂട്ടി അങ്ങാടി കൂടെ പോവുകയാണെങ്കിൽ ഇത് ഉമ്മയും മോനാണോ എന്ന് ചോദിക്കുന്ന നാട്ടുകാർ അല്ലേ? ഭാര്യനെ കൈ പിടിച്ചിട്ട് അങ്ങാടി കൂടെ പോകുമ്പോൾ ഉമ്മയും മോനാണോ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. നമ്മളെക്കാൾ വയസ്സ് കുറഞ്ഞ വൈഫാണ്. പക്ഷെ ഇവിടെ 40 വയസ്സുള്ള ഖദീജ ബീവിയെ ഈ ലോകത്തിന്റെ നായകൻ കല്യാണം കഴിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വയസ്സ് കേവലം മുഅ്മിനേ 25 വയസ്സാണ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം 25 എപ്പോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമയത്തെ പ്രായം കേവലം 25 വയസ്സ്. നിങ്ങൾ ആ സമയം ഒന്ന് ആലോചിച്ച് നോക്കി, ആ സന്ദർഭം ഒന്ന് ചിന്തിച്ചു നോക്കി മുഅ്മിനീങ്ങളെ അല്ലേ? ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കി മുഅ്മിനീങ്ങളെ. അല്ലാഹ് ഖബൂൽ ചെയ്യണേ റബ്ബേ. ശുദ്ധമായ ഈ മജ്ലിസിൽ വന്ന മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാനുള്ളവരിൽ പെടുത്തണേ അല്ലാഹ്. മനസ്സ് നന്നാക്കണേ അല്ലാഹ്, ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഈമാനിന്റെ അഹ്ലുകാരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാഹ്. സമാധാനമുള്ള ജീവികളിൽ സമാധാനം നേടുന്ന മനുഷ്യരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അല്ലാഹു നന്നാക്കി തരട്ടെ. നമുക്കെല്ലാവർക്കും അവൻ പൊരുത്തപ്പെട്ട നല്ല ജീവിതം അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികൾക്കും അല്ലാഹു മോചനം തരട്ടെ. ഖൽബ് അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിലാക്കി തരട്ടെ. അല്ലാഹു നമ്മൾക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ 40 വയസ്സുള്ള ഖദീജ ബീവിനെ, അതും ഫ്രഷ് ആണോ? നമ്മുടെ ഭാഷയിൽ വേറെ കല്യാണം ഒന്നും കഴിക്കാതെ 40 വയസ്സ് വരെ ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ആരോ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിച്ചതൊന്നല്ലല്ലോ. അല്ല, ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് 15 വയസ്സ് കൂടുതലാണ്. അതും 2 പേര് കല്യാണം കഴിഞ്ഞതാണ്. ആ വിവാഹമൊക്കെ കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 40 വയസ്സിൽ 25 വയസ്സുള്ള നബി തങ്ങൾ കല്യാണം കഴിച്ചു. പിന്നെ അവരെ ജീവിതത്തിന്റെ രസകരമായ ഒരു കാലഘട്ടമുണ്ട്. അതിൽ കണ്ണുനീരിന്റെ കഥ ഉണ്ട്, ഒരുപാടുണ്ട്. അതെല്ലാം കൂടെ അന്ന് പറഞ്ഞാൽ തീരൂല. നമ്മൾ നാളെയും കൂടെ ഇതിന്റെ പാർട്ട് 2 നമ്മൾ പറയേണ്ടി വരും. എന്നാൽ ഫുൾ എന്തായാലും പഠിക്കണ്ടേ അല്ലേ? ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഫുള്ള് പറയണം എന്നുള്ളവരൊന്ന് കമന്റ് ഇട്ട് നോക്കട്ടെ.
ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുഴുവൻ കഥ. 40 വയസ്സുകാരിയുടെ കൂടെ 25 വയസ്സുള്ള പുണ്യനബി ജീവിച്ചു. രസകരമായ കുറേ കഥ ഉണ്ട്. ഇത് 10 വയസ്സ് ഇളയ പെണ്ണിനെ കെട്ടി അല്ലെങ്കിൽ 5 വയസ്സ് താഴെയുള്ള പെണ്ണിനെ കെട്ടി ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും മടുത്തു എന്ന് പറഞ്ഞ അടുത്ത പെണ്ണിന്റെ പിന്നാലെ പോകുന്ന കാലഘട്ടമാണ്. അല്ലാഹ് കാക്കട്ടെ. 4-5 വയസ്സ് ഇളയ പെണ്ണിനെ, പ്രായം കുറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിച്ചു. പിന്നെ 4 കൊല്ലം കഴിയുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ 2 കുഞ്ഞാകുമ്പോഴേക്ക് സുഖം പോരാ എന്ന് പറഞ്ഞിട്ട് അടുത്ത പെണ്ണിന്റെ, അന്യ പെണ്ണിന്റെ വ്യഭിചാരത്തിന്റെ പുറകെ നടക്കുന്ന എത്രയോ ആണുങ്ങൾ, എത്രയോ പെണ്ണുങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 40 വയസ്സുകാരിയായ ഖദീജ ബീവിന്റെ കൂടെ 25 വയസ്സുള്ള മുത്തുനബി തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? പുണ്യ ഹബീബിനോട് ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷം ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, മുത്തുനബിയേ, മുത്തുനബിയേ, എങ്ങനെയായിരുന്നു ഖദീജ? ഹബീബ് കരഞ്ഞിട്ട് പറഞ്ഞത്, സ്വഹാബ, ഖദീജ ബീവിയെ പോലെയുള്ള വേറൊരാളെ എനിക്കിനി കിട്ടൂല സ്വഹാബ. ഖദീജ ബീവിനെ പോലെ എനിക്ക് സന്തോഷവും സമാധാനവും തന്ന വേറൊരാളിനി ഉണ്ടാകൂല സ്വഹാബ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും 2 കല്യാണം നേരത്തെ കഴിഞ്ഞ് അതിൽ 3 മക്കളുണ്ട്. നബി തങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബീവി 3 പ്രസവിച്ചിട്ടുണ്ട്. പുണ്യനബി തങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബീവിന്റെ വയറ്റിൽ നിന്ന് 3 കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. 3 മക്കളെ. 2 പെൺകുട്ടിയുടെ പേര് ഹിന്ദ് എന്നാണ്, ഒരു പെൺകുട്ടിയുടെ പേര് ഹാല. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ കഥ. 2 ഭർത്താക്കന്മാര് മരിച്ചുപോയതാണ്. 3ാമത്തെ ഭർത്താവാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ കല്യാണം വരെ എത്തി. ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ പോവാണ്. ഇനി ഇതിന്റെ ബാക്കി നാളെ നിങ്ങൾ നേരത്തെ തന്നെ ലൈവിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് കറക്റ്റ് 10 മണിക്ക് നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഒട്ടകങ്ങളെ അറുത്ത് സദ്യ നൽകി. നബി തങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ എന്താണ് സദ്യ നൽകിയത്? ഉത്തരം, 2 ഒട്ടകങ്ങളെ അറുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? വലീമത്ത് ചെയ്തു, വലീമത്ത് കൊടുത്തു. ആളുകളൊക്കെ വിളിച്ചിട്ട് സദ്യ ചെയ്തു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നല്ല സദ്യ കൊടുക്കൽ സുന്നത്താണ്. ആർഭാടാക്കരുത് എന്നേ ഉള്ളൂ. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാം, അത് വേസ്റ്റ് ആക്കരുത്. നല്ല ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ദീനിൽ തെറ്റില്ല. ലളിതമാക്കണം പരമാവധി. ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി അവസാനം ഇതിനെ പകുതി പോലെ ആൾക്കാർ തിന്നില്ല. പകുതി കൊണ്ടുപോയിട്ട് എന്താ പറയുക, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത്രയേ ഉള്ളൂ. നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഒട്ടകത്തെ അറുത്തിട്ട് വലീമത്ത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മഹർ അത് 480 ദിർഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്ത മഹർ എന്താണ്? 480 ദിർഹം. അത് പ്രത്യേകം പഠിച്ചു വെക്കുക. ഇനി ഖദീജ റളിയല്ലാഹു തആല നല്ലൊരു സമ്മാനം കൊടുക്കുന്ന ഒരു സീനുണ്ട്. സമ്മാനം കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആദ്യത്തെ രസകരമായ ഒരു സംഗതികളാണ് ഈ പറയുന്നത്. 25 വയസ്സുള്ള റസൂലുള്ളാഹിന്റെ വൈഫ്, 40 വയസ്സുള്ള ഖദീജ ബീവി. ആ രസകരമായ കഥകളും അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി കയറുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ വൈകിട്ട് ലൈവ് ജോയിൻ ചെയ്തവരുണ്ട്. എഗെയിൻ ഞാൻ പറയാണ്, ഇതൊന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് വീട്ടിൽ പോയിട്ട് 2x ഇട്ടിട്ട് നാളെയോ മറ്റന്നാളോ കേട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിസ്റ്ററി ഒക്കെ കറക്റ്റ് അങ്ങ് പഠിക്കാൻ പറ്റും. തുടക്കം വരെ. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ആരെ പറ്റി പറയുന്നത്? ഖദീജ ബീവിനെ പറ്റിയാണ്. അവരെ വഫാത്തിന്റെ ദിവസമാണ്. അവരുടെ മഹത്വം അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ തരട്ടെ. പിന്നെ പുതുതായിട്ട് ലൈവിലേക്ക് വന്നവരോട് പറയാണ്, എല്ലാ ദിവസവും രാത്രിയിൽ ഇവിടെ ലൈവ് നടക്കാറുണ്ട്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പരിപാടികളൊക്കെ വേണ്ടവർ അറ്റൻഡ് ചെയ്ത് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കുറേ ആളെ കൂട്ടണമെന്നൊന്നുമില്ല. ഇവിടെ പരിപാടി നടക്കും, ഇവിടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും. പിന്നെ വിദേശത്തും അവിടെയും ഇവിടെയൊക്കെയുള്ള ആളുകൾ നിരന്തരം ഇൽമു പഠിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ച് അല്ലേ, കഴിഞ്ഞ 1 വർഷം മുമ്പാണ് നമ്മൾ ലൈവ് അവസാനിപ്പിച്ചത്. പിന്നെ വീണ്ടും ഈ റമദാനിൽ തുടങ്ങിയതാണ്. 365 ദിവസം ഇങ്ങനെ ലൈവ് ചെയ്തു കൂടാൻ ചിലപ്പോൾ എന്ത് ചെയ്യൂല, സമയം ഉണ്ടാവില്ല. കഴിഞ്ഞ റമദാനിൽ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ റമദാനിലാണ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുന്നവരെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സന്ദർഭവും സാഹചര്യവും സമയവും ഒക്കെ ഒത്തുവന്നാൽ പിന്നീട് ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിരന്തരം ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു
അവരുടെ അമ്മായി ഖദീജ ബീവിക്ക് ഒരു സമ്മാനം കൊടുത്തിരുന്നു. ആ സമ്മാനം ഒരു അടിമയാണ്. അവരുടെ പേര് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ഒരു അടിമ. അവര് ജാഹിലിയത്ത് പണ്ട് ഹക്കീം ഇബ്നു ഹിസാം എന്നവര് അവരുടെ അമ്മായിയാണ് ആര്? ഖദീജ ബീവി. ഖദീജ ബീവി ഗിഫ്റ്റ് കൊടുത്തതാണ്. ആ സമ്മാനം അങ്ങനെ തന്നെ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹ ഭാര്യ ആദ്യം കൊടുക്കുന്ന സമ്മാനം ഒരു അടിമയാണ്. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ഇബ്നു ഹാരിസ എന്നവരെ മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബിയുടെ പ്രസവമെടുത്ത ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവി കൊടുത്ത ഗിഫ്റ്റായ ഉസാമ. അന്ന് അടിമ സമ്പ്രദായം ഉണ്ട്, ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല, അന്നത്തെ കാലാണ്. അപ്പൊ ഈ ഗിഫ്റ്റ് നേരെ നബി തങ്ങൾ അങ്ങനെ അടിമയാക്കി വെക്കാതെ മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. മാത്രമല്ല ഉമ്മു ഐമൻ ബീവിക്ക് നബി തങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. ആര്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. അതിൽ അവർക്കുണ്ടായ കുട്ടിയുടെ പേരാണ് ഉസാമ. ഉസാമ റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, യാ അല്ലാഹ്, അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ പുണ്യ നബിയും ഖദീജ റളിയല്ലാഹു അൻഹയും അവരുടെ ജീവിതം ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോഴേക്കാണ് അടുത്ത ട്വിസ്റ്റ് വന്നു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രരാണ്. ദരിദ്രനായ സമ്പത്തില്ലാത്ത നബി തങ്ങൾ ആര് കല്യാണം കഴിച്ചു? ഖദീജ ബീവി. ഇതാർക്ക് പിടിച്ചില്ല? മക്കത്തെ താപ്പാനകളായ ഖുറൈശികളായ വലിയ മൂത്താപ്പകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂജഹലുണ്ട്. ഇങ്ങനത്തെ മക്കയിലെ അന്നത്തെ പ്രഗത്ഭരായ ഖുറൈശി മൂപ്പന്മാർക്കൊന്നും എന്ത് സഹിച്ചില്ല? 40 വയസ്സുള്ള മക്കയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന അത്രക്കും പ്രസിദ്ധയായ സമ്പന്നയായ ഖദീജ ബീവി ഒന്നുമില്ലാത്ത ദരിദ്രനായ, മാതാവില്ലാത്ത, പിതാവില്ലാത്ത തിരുദോദരേ മഹബൂബരേ ഒരു ജ്ഞാന പുകൾ പാടുമേ, പുകൾ പാടുവേ, പുകൾ പാടുവേ. ഖുർആനിൻ വെളിച്ചം കൽബിൽ നിറച്ച് മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച് തിരുദോദരേ എൻ മഹബൂബരേ ഒരു ജ്ഞാന പുകൾ പാടുമേ, ഒരു ജ്ഞാന പുകൾ പാടുമേ. തിരുദോദരേ എൻ മഹബൂബരേ ഒരു ജ്ഞാന പുകൾ പാടുമേ, ഒരു ജ്ഞാന പുകൾ പാടുവേ, പുകൾ പാടുമേ, പുകൾ പാടുമേ. തിരുദൂതരേ എൻ മഹബൂബരേ ഒരു ജ്ഞാന പുകൾ പാടുവേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പാവമായ ദരിദ്രനായ മുത്തുനബി തങ്ങളോ സമ്പന്നയായ ഒരാള് മുത്തുനബി തങ്ങളെ കല്യാണം കഴിച്ചപ്പോ മക്കയിലെ ശത്രുക്കളായ പൈസക്കാരായ ആ നാട്ടിലെ ഖുറൈശി പ്രമുഖരായ താപാനകളായവരോ പരിഹാസവുമായി വരികയാ. ഖദീജ ബീവിക്ക് നാണമില്ലോ? ഖദീജ ബീവിക്ക് വട്ടാണോ? ഖദീജ ബീവിക്ക് ദാരിദ്ര്യമുള്ള ഫഖീറായ മുഹമ്മദിനെയാണോ കല്യാണം കഴിച്ചതോ? നാണമില്ലേ?
ഇത്രയും പ്രഗൽഭരായ മക്കയിലോ ഏറ്റവും പ്രഗൽഭരായ ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ ഉത്ബത്തും ശൈബത്തും അബൂജഹലും ഇബ്നു ഹിശാമും പോലെയുള്ള വലീദിനെ പോലെയുള്ള പ്രഗൽഭരായ പ്രസിദ്ധരായ ആളുകളെല്ലാം ഉള്ളപ്പോ ഖദീജ ബീവി കല്യാണം കഴിക്കുന്നത് കേവലം 25 വയസ്സുള്ള, അത് മാത്രമല്ല പൈസയില്ലാത്ത ഫഖീറ, മാതാവും പിതാവും ഇല്ലാത്ത ദരിദ്രനായ ഒരാളെയാണോ ഖദീജ കല്യാണം കഴിച്ചത്? അല്ലാഹ്, ഖദീജക്ക് എന്താണ് വട്ടായിട്ടുണ്ടോ? ഖദീജ ബീവിക്ക് നാണല്ലേ? ഖദീജ ബീവിക്ക് വട്ടാണോ എന്ന് ആര് ചോദിച്ചു? മക്കയിലുള്ള ഈ വലിയ വലിയ താപ്പാനകളായ ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞു. ഖദീജ ബീവിക്ക് അന്തവും കുന്തവും ഇല്ലേ? എന്ത് പൊട്ടത്തരാണ് ഈ ചെയ്തത്? എന്ത് മണ്ടത്തരാണ് ഈ ചെയ്തത്? ഒന്നുമില്ലാത്ത ഒരാളെയാണോ കല്യാണം കഴിക്കുന്നത്? ആണമില്ലേ? ആര് പറഞ്ഞു? ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പറ്റി മക്കയിലുള്ള ശത്രുക്കൾ പറഞ്ഞു, അസൂയാലുക്കൾ പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഫഖീർ, നിശ്ചയമായി മുഹമ്മദ് നബി ഫഖീറാണ്. ആ ഫഖീറിനെയാണോ പൈസക്കാരിയായി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ? ഈ ദരിദ്രനെയാണോ നിങ്ങൾ പെണ്ണ് കെട്ടിയത് എന്ന് മക്ക മുഴുവനും പറഞ്ഞു പരത്തി. മക്കയിൽ മുഴുവനും ഇങ്ങനെ പാടി നടന്നു. ഖദീജക്ക് വട്ടുപിടിച്ചോ? ഒരു ദരിദ്രനെ ആണോ കല്യാണം കഴിക്കുന്നത്? ഇത് വല്ലാത്തൊരു ഇൻസൾട്ട് ആണല്ലോ. ഒരു ദരിദ്രനെയാണോ ഇത്രയും പൈസ ഉള്ള പെണ്ണ് കെട്ടിയത്, കല്യാണം കഴിച്ചത്? ഈ പെണ്ണിന് നാണോ ഇല്ലേ? വട്ടുണ്ടോ? ബുദ്ധിയില്ലേ? ഇങ്ങനെ പറഞ്ഞു മുത്ത് നബി തങ്ങളെ വല്ലാതെ അവഹേളിച്ചപ്പോ ഖദീജ ബീവി കഅബാലയത്തിന്റെ പരിസരത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഫഖീർ ഖദ് തസവ്വജ ബിഅഗ്ന നിസാ فكيف رضيت خديجة بفقره فإن رضي بفقري فذلك من كرم أصله. الله കഅബാലയത്തിന്റെ പരിസരത്ത് ചെന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവ് ദരിദ്രനാണ് എന്നല്ലേ നിങ്ങൾ ഇങ്ങനെ പാടി നടക്കുന്നത്? ഇന്നു മുതൽ എന്റെ എല്ലാ സമ്പത്തിന്റെ ഉടമ അതെന്റെ ഭർത്താവാണ്. ഇന്നു മുതൽ എന്റെ മുഴുവൻ സമ്പത്തിന്റെയും ഉടമസ്ഥത അത് എന്റെ ഭർത്താവാണ്. മക്ക മുഴുവനും അങ്ങോട്ട് ഞെട്ടുകയാണ്. എന്റെ ഭർത്താവ് ദരിദ്രനാണ് എന്നല്ലേ നിങ്ങൾ കളിയാക്കണത്? എന്നാൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഇന്നു മുതൽ എന്റെ മുഴുവൻ സമ്പത്ത് എല്ലാത്തിന്റെ ഉടമ എന്റെ ഭർത്താവാണ്. ഇന്നു മുതൽ എന്റെ സമ്പത്തിന്റെ ഉടമ എന്റെ ഭർത്താവാണ്. മക്ക ഞെട്ടിപ്പോയി. വല്ലാത്തൊരു പ്രഖ്യാപനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ 40 വയസ്സുള്ള ഖദീജ ബീവി ആദ്യം കൊടുക്കുന്ന മഹാ സർപ്രൈസാണ്. എന്റെ ഭർത്താവിനെ മറ്റൊരാള് വേദനിപ്പിക്കുന്നത് എനിക്ക് പൊരുത്തമല്ല, ദരിദ്രൻ എന്ന് വിളിച്ച് കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ സമ്പത്തിന്റെ മുഴുവൻ അവകാശം ഇന്നു മുതൽ എന്റെ ഭർത്താവിനാണ്. മുഹമ്മദുൻ അംസാ മിൻ അഗ്നാ അഹ്ലി മക്കത വഖദീജതു അംസത് മിൻ അഫ്ഖരി അഹ്ലിഹാ. മക്കക്കാര് ഉറക്കെ പറഞ്ഞു, മുഹമ്മദ് മക്കയിൽ ഏറ്റവും വലിയ പണക്കാരനായി. എന്നാ ഇന്നലെ വരെ സമ്പന്നയായിരുന്ന ഖദീജ ഇന്ന് ദരിദ്രയായി. എല്ലാം നബി തങ്ങൾക്ക് അങ്ങ് കൊടുക്കുകയാണ്. ഈ സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. വവജദക ആയിലൗ ഫഅഗ്നാ. അങ്ങേ അല്ലാഹു ദരിദ്രനായി അല്ലാഹു എത്തിച്ചിരുന്നു. പക്ഷേ അല്ലാഹു അങ്ങേ സമ്പന്നനാക്കിയില്ലയോ, അല്ലാഹു ഐശ്വര്യവാനാക്കിയില്ലയോ. നമ്മള് അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാൻ
നബി തങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നബി തങ്ങളെ പറ്റി എല്ലാവരും ദരിദ്രൻ, ഒരു പൈസ ഇല്ലാത്ത പാവപ്പെട്ട ഒരാളെ ഖദീജ ബീവി പെണ്ണ് കെട്ടി എന്ന് പരിഹസിച്ചപ്പോൾ ഖദീജ ബീവി ഉള്ളതെല്ലാം നബി തങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതത്തിന്റെ കഥകളിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണത്തിന്റെ പാർട്ട് 2 നാളെ രാത്രി 10 മണി മുതൽ ഒരുപാട് സംഭവമുണ്ട്. ഖദീജ ബീവി മാല ഊരി കൊടുത്ത സംഭവം, ഖദീജ ബീവിക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുത്ത സംഭവം, ഖദീജ ബീവിന്റെ വഫാത്തുമായിട്ട് ബന്ധപ്പെട്ട സംഭവം, ഖദീജ ബീവി നബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പട്ടിണി കിടന്ന സംഭവം, നബിതങ്ങൾ തമാശ പറഞ്ഞ് ചിരിച്ച സംഭവം, ഒന്നിച്ച് യാത്ര ചെയ്ത സംഭവം, ഇങ്ങനെ കുടുംബജീവിതത്തിലൊക്കെ പ്രത്യേകം പഠിക്കേണ്ട ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 നാളെ സംസാരിക്കണം. നിങ്ങളെല്ലാവരും പല ആളുകൾക്കും ഈ ലൈവ് ഇവിടെ തുടങ്ങിയൊന്ന് അറിഞ്ഞൂടെ, പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാൻ റഹ്മാനായ രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ സ്വീകരിക്കണമേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്. എൻ്റെ മോൾക്ക് പരീക്ഷയാണ്, അല്ലാഹുവേ നീ വിജയം കൊടുക്കണേ അല്ലാഹ്. എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഒഴിവായി 6 വർഷമായി, അവൾക്ക് മാനസിക പ്രശ്നമാണ്. അല്ലാഹുവേ ആ സഹോദരിക്ക് ശിഫാ കൊടുക്കണേ അല്ലാഹ്. സുഹൃത്തിന്റെ തളർച്ച വന്നതാണ്, ഒരാളുടെ സഹായത്താൽ നടക്കാൻ പറ്റുന്നുണ്ട്. അല്ലാഹുവേ ശിഫാ കൊടുക്കണേ അല്ലാഹ്. മക്കൾ SSLC എക്സാമാണ്, വിജയം കൊടുക്കണേ അല്ലാഹ്. മുറാദ് ഹാസുലാകാൻ, കടം വീടാൻ, വിവരമില്ലാത്ത വിടവാങ്ങാൻ, മാഷാ അല്ലാഹ്, കടം വീടാൻ, സിഹിർ ബാത്തിലാകാൻ, ഇങ്ങനെ കുറേ ദുആ വസിയത്തുണ്ട്. കല്യാണം ശരിയാവാൻ, മുട്ടുവേദന മാറിക്കിട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായി മക്കളില്ല. അല്ലാഹുവേ നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ നീ കുട്ടികളെ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ. പഠിച്ചോനെ റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റഹ്മത്തിന്റെ 10 വിട പറഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 ഖബൂലാക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പറ്റി പറഞ്ഞ മജ്ലിസാണ്. എല്ലാം നീ സ്വീകരിക്കണമേ തമ്പുരാനെ, ഏറ്റെടുക്കണമേ അല്ലാഹ്. ആരൊക്കെയാണോ ഷെയർ ചെയ്യുന്നത്, ആരൊക്കെയാണോ പങ്കെടുക്കുന്നത്, ഇൽമ പഠിക്കുന്നത്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. മനസ്സ് നന്നാക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ തമ്പുരാനെ. പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ അല്ലാഹ്. മനസ്സിന്റെ വേദനകൾക്ക് പരിഹാരമാവണേ അല്ലാഹ്. ഖൽബിന്റെ സങ്കടങ്ങൾക്ക് പരിഹാരമാവണേ അല്ലാഹ്. ഈമാനില്ലാത്തവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഖൽബിന്റെ വേദനകൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ, എല്ലാവർക്കും ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. നാളെ ഇതിൻ്റെ പാർട്ട് 2 പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.